മഞ്ഞുമൽ ബോയ്സ് ഈ സിനിമ ഉണ്ടാക്കിയ ഓളം ചെറുതല്ല, ഗംഭീരമാണ്. കാരണം ആദ്യത്തെ മലയാള സിനിമയിലെ 200 കോടി പടം. ഇപ്പോൾ സംസ്ഥാന അവാർഡ് വന്നപ്പം 10ഓളം അവാർഡ് മഞ്ഞുമൽ ബോയ്സിനാണ്. മികച്ച തിരക്കഥ, മികച്ച സംവിധാനം. ചിദംബരം ഒറ്റ സിനിമ കൊണ്ട് തന്നെ വേൾഡ് ഫേമസ് ആയെന്ന് പറയാം. എല്ലായിടത്തും ഫേമസ് ആയി. കാരണം അതുപോലൊരു ചെറിയ ടീമിനെ ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. അന്നേരം മഞ്ഞുമൽ ബോയ്സിന്റെ വിജയത്തിന് ശേഷം ചിദംബരം ഇതുവരെയും വേറെ സിനിമ ചെയ്തിട്ടില്ല. അടുത്ത സിനിമ തുടങ്ങുകയാണ്. ബാലൻ എന്നാണ് സിനിമയുടെ പേരിട്ടേക്കുന്നത്. ഈ സിനിമയ്ക്ക് ഏറ്റവും വലിയ പ്രത്യേകത, ആവേശത്തിന്റെ ഡയറക്ടർ ജിത്തു മാധവനാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. ചിദംബരം തന്നെയാണ് സംവിധാനം, ജിത്തു മാധവന്റെ സ്ക്രിപ്റ്റ്. കുറേ പുതുമുഖങ്ങളെല്ലാം ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ടോവിനോ ഒരു സുപ്രധാനമായിട്ടുള്ള ക്യാരക്ടർ, പ്രധാനപ്പെട്ട സിനിമയുടെ വഴിത്തിരിവാകുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ ടോവിനോ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ പറഞ്ഞ പോലെ മഞ്ഞുമൽ ബോയ്സ് പോലെ വേറൊരു ടൈപ്പ് പടം തന്നെയാണ്. വലിയ ബഡ്ജറ്റോ സൂപ്പർ താരങ്ങളോ ഒന്നുമില്ല. ടോവിനോ മാത്രം ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. കഥ ഗംഭീരം അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഗംഭീരമാണെങ്കിൽ, മേക്കിംഗ് ഗംഭീരമാണെങ്കിൽ ഏത് സിനിമയും വിജയിക്കും. അത് മഞ്ഞുമൽ ബോയ്സ് തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. എന്തായാലും അടുത്ത വർഷം ഷൂട്ടിംഗ് തുടങ്ങും. അടുത്ത വർഷം തന്നെ ഈ സിനിമ റിലീസ് ചെയ്യുകയും ചെയ്യും. ഒരു ഗംഭീര ചിത്രമായിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.